പ്രഭാതഭേരി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ടൂറിസം ടാഗ്ലൈൻ പോലെ പച്ചപ്പുകളാലും ജലാശയങ്ങളാലും കുന്നുകളാലും മനോഹരമായ ഈ സ്വർഗ്ഗഭൂമി തേടിയെത്തുന്ന വിദേശികളും സ്വന്തം നാട്ടിലെ അപൂർവ അനുഭവങ്ങൾ തേടി യാത്ര ചെയ്യുന്ന നാട്ടുകാരും കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ഉത്സാഹത്തിമിർപ്പോടെ ആഘോഷിക്കുന്നു. എന്നാൽ ആഗോള പ്രശസ്തി നേടിയ ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും അടിയന്തര വൈദ്യസഹായ സൗകര്യങ്ങൾ ഇല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ്. വയനാട് ജില്ല പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വയനാട്ടിൽ ടൂറിസ്റ്റ് ഗൈഡായി പ്രവർത്തിക്കുന്ന സുബൈർ ഇളംകുളം. പല ടൂറിസം കേന്ദ്രങ്ങളിലും ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഉദാഹരണമായി നമുക്ക് കുറുവാദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു അപകടങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് പോലുള്ള സൗകര്യങ്ങളെല്ലാം ഒരുപാട് അകലെയാണ് കിടക്കുന്നത്. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പ്രാഥമികമായുള്ള ശുശ്രൂഷകൾ അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇത് വയനാട്ടിലെ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ നിർബന്ധമായും വരണം എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മലപ്പുറം നിലമ്പൂർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്. 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഒന്ന് ആടിയൻപാറ, മറ്റേത് കോഴിപ്പാറ. നമ്മുടെ ആടിയൻപാറയിലാണെങ്കിലും കോഴിപ്പാറയിലാണെങ്കിലും ഒരുപാട് അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ് നമുക്ക് ഉള്ളത്. അത് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. ആളൊരു വെള്ളത്തിൽ പോയിട്ടൊക്കെ നമുക്ക് അവിടെ എത്തിക്കും തന്നെ ചിലപ്പോൾ ഒരു ജീവന് ഒരു അപായം തന്നെ വരാൻ നമുക്ക് സാധ്യത ഏറെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഗോൾഡൻ അവർ കഴിഞ്ഞാണ് പലപ്പോഴും അപകടത്തിൽപ്പെട്ടവരെ ഈ പ്രദേശങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രികളിൽ എത്തിക്കാനാവുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറും അധ്യാപികയുമായ മോളി തോമസ്. ഒന്ന് കക്കാടംപൊയിലും മറ്റൊന്ന് പൂവാറംതോടും. രണ്ടും ശരിക്കും നല്ല ഊട്ടിയുടെ അതേ ഒരു ക്ലൈമറ്റ് ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ശരിക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം പോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഒക്കെ പോകുന്നു. അപ്പൊ പലതരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ശരിക്കും നാട്ടുകാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആംബുലൻസിന്റെ സൗകര്യമൊക്കെ സ്ഥിരമായി വേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു സെന്ററെങ്കിലും ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഇവിടെ 2 പേര് മരിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. വയനാട്, വാഗമൺ, മൂന്നാർ, കാന്തല്ലൂർ തുടങ്ങിയ ഹൈറേഞ്ച് ടൂറിസം പ്രദേശങ്ങളിൽ ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയാണ് വൈദ്യസഹായത്തിനായുള്ള സൗകര്യങ്ങളുള്ളത്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴോ മല കയറുമ്പോഴോ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടത്തിലെ ഗുരുതരമല്ലാത്ത പരിക്കുകൾക്ക് പോലും മിക്കവാറും അടിയന്തര പരിചരണം ലഭിക്കാറില്ല. അപ്പോൾ പിന്നെ ഗുരുതരമായ പരിക്കുകളുടെയും ശ്വാസം മുട്ടൽ, ഹൃദയാഘാതം തുടങ്ങിയ അവസ്ഥകളുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ. മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ ഹോം സ്റ്റേ നടത്തുന്ന പ്രതീഷ്. എന്റെ കോട്ടേജിൽ തന്നെ ഒരു പേഷ്യന്റ് മരണപ്പെടുകയുണ്ടായി. മാക്സിമം സ്പീഡിൽ മറയൂർ എത്തിച്ചെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് കിട്ടാതെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. പല പ്രാവശ്യം രാത്രികളിൽ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട പല അവസരങ്ങളുണ്ടായി. മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബ്ബാണ് കാന്തല്ലൂർ. അപ്പം ഈ കാന്തല്ലൂരിൽ നിന്ന് ഒരു പേഷ്യന്റിന് സുഖമില്ല വന്നാൽ ഒന്നിലും അടിമാലി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉടുമൽപേട്ടയെ കൊണ്ടുവരണം. ഈ 2 സ്ഥലവും 80 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ വാട്ടർഫോൾസുകളിൽ വീണ് കൈയൊടിയുക, കാലൊടിയുക, ഫസ്റ്റ് എയ്ഡ് കിട്ടാതെ ഇവരെ എല്ലാം ഇവിടുന്ന് ഉടുമൽപേട്ടയ്ക്കോ അല്ലെങ്കിൽ അടിമാലിക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ഈ 80 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. വിനോദസഞ്ചാരികളും സാഹസിക യാത്രക്കാരും നിരന്തരം എത്തുന്ന മലകളിലും കുന്നുകളിലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഗൈഡുകളുടെ സേവനം പോലും ലഭ്യമല്ല എന്നൊരു ആക്ഷേപമുണ്ട്. നഗരവാസികൾക്ക് പരിചയമില്ലാത്ത കുന്നുകളിലും വനങ്ങളിലും വെച്ചുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ പോലും സമയത്ത് ചികിത്സ കിട്ടാതെ ജീവൻ എടുക്കുന്ന വിധം അപകടകരമായി മാറാറുണ്ട് എന്ന് ഇവർ പരാതിപ്പെടുന്നു. 22 ഹെയർ പിൻ വളവുള്ള പൊന്മുടിയിലെ ഒരു ഹോസ്പിറ്റൽ സംവിധാനം വരുന്നത് ആ പൊന്മുടിയിൽ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള വിതുരയിലാണ് ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഉള്ളത്. സഞ്ചാരിയും സാഹസിക യാത്രികയുമായ അഡ്വക്കേറ്റ് കാവ്യ കൃഷ്ണൻ. അത് മാത്രമല്ല, അവിടെ ഒരു നേഴ്സോ അവിടെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡോ അങ്ങനെ കൊടുക്കാൻ യാതൊരു സംവിധാനങ്ങളും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രഗ്നന്റ് ലേഡിക്കോ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാൾക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ 26 കിലോമീറ്ററിന് അകലെയുള്ള വിതുരയിലുള്ള ഹോസ്പിറ്റലിൽ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ട്രാവലേഴ്സിനെ
അനുവദിക്കരുത്. കേരള എന്ന് പറയുന്നത് കേരള ഈസ് ടൂറിസം. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അദ്ദേഹം നമ്മുടെ അഗസ്ത്യാർകൂടം ട്രെക്കിങ് ബാച്ചിനകത്ത് പുള്ളിയുടെ കൂടെയുള്ള ഒരാളെ ആ മലയുടെ മേലെയും താഴെ വീണു. എനിക്ക് തോന്നുന്നു ഒരു 3-4 years ആയി. പുള്ളി അവിടെ പറ്റി മരിച്ചു. അടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റൽസോ ഒന്നുമില്ല. ഹോസ്പിറ്റൽസ് പോട്ടെ, അഗസ്ത്യാർകൂടത്തിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ അവിടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കാൻ ആള് വേണ്ടേ? അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസം പ്രോജക്റ്റ്. അപ്പൊ അവിടെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് ഒരു പൈസ മേടിച്ച് ഒരു ടൂറിസം എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ ബേസിക് ഫെസിലിറ്റീസ് ആയ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇല്ലിക്കൽ കല്ല് കോട്ടയത്ത് വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്ന സ്ഥലവും വളരെയധികം ഇടിമിന്നൽ സാധ്യതയുള്ള സ്ഥലവുമാണ്. വളരെ വഴുക്കൻ പാറകളും നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലവും. അവിടെ ഞാൻ ഒരു ഗാർഡിനെയോ അല്ലെങ്കിൽ ഇതുവഴി പോകണമെന്നോ ഇതുവഴി ഇറങ്ങണമെന്നോ നമ്മളെ നിയന്ത്രിക്കാനോ ഒരു മനുഷ്യരെ പോലും ഞാൻ അവിടെ കണ്ടില്ല. ഇല്ലിക്കൽ കല്ലിന്റെ എബൌട്ട് ഒരു 26-30 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് ഈ ഹെൽത്ത് സെക്ടേഴ്സ് എല്ലാം ഉള്ളത്. മുറിവ് പറ്റിയ അതിലൊരു ഫസ്റ്റ് എയ്ഡ് ഒട്ടിക്കാൻ പോലും അവിടെ യാതൊരു സംവിധാനവും ഇല്ല. ഇപ്പൊ മൂന്നാറായാലും കുളുക്കുമലൈ, അവിടെ എല്ലാം ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അടുത്തില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കൺട്രീസിലൊക്കെ അവരുടെ എല്ലാ ഹിൽ സ്റ്റേഷനിലും അവർക്ക് ഇതുപോലെ ബേസിക് അമ്യൂണിറ്റീസും ഹെൽത്ത് സെക്ടേഴ്സ് എല്ലാ മൗണ്ടൻസിലും അവൈലബിൾ ആണ്. സർവീസ് ചാർജ് വാങ്ങിച്ചിട്ട് ടൂറിസ്റ്റിനെ അലോ ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് ഹെൽത്ത് സെക്ടർ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ അത്രയും പ്രശ്നമുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കയറ്റി വിടാതിരിക്കുക. അങ്ങനെ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹെൽത്ത് സെക്ടേഴ്സും ബേസിക് ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ ഇപ്പൊ ബേസിക് ഫെസിലിറ്റീസ് ആയ ടോയ്ലറ്റ്, വാഷ്റൂം അങ്ങനത്തെ ഫെസിലിറ്റീസ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് നടപ്പിലാക്കുന്ന മെഡിക്കൽ സൗകര്യങ്ങൾ മാതൃകയാക്കി ചെറിയ തോതിലെങ്കിലും സേവനങ്ങൾ ഉറപ്പാക്കിയാൽ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ആ പ്രദേശത്ത് താമസിക്കുന്ന സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ഗുണം നൽകുമെന്ന് ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടുതലും ഹൈറേഞ്ച് മേഖല അതുപോലെ ഗോത്ര മേഖലകളോ അടുത്തുള്ള മേഖലകളിലേക്കാണ് ഇത് ചെയ്യുന്നത്. ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ഭക്തർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നത് പോലെ തന്നെ ഈ മേഖലകളിലും അത്യാവശ്യം ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാരായിരുന്നാലും ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അഗസ്ത്യാർകൂടത്തിലൊക്കെ 2-3 പേര് മരിക്കാനിടയായ കാര്യങ്ങളും വീണ് മരിച്ച ഒരു ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഒരു ഈറ കയറിയിട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവസാനം അവിടുത്തെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ചുവന്നിങ്ങ് കൊണ്ടുവന്നത്. ഒരു ദിവസം 100ഓളം പേരാണ് അഗസ്ത്യാർകൂടത്തിൽ വരുന്നത്. നൂറ്റാണ്ടുകളായി വനത്തിൽ താമസിക്കുന്ന ഗോത്രവിഭാഗക്കാർക്ക് ഇങ്ങനെ ഒരു സൗകര്യമേ ഇല്ല. ചെറിയ ഡിസ്പെൻസറികളായിരുന്നാലും ആ ജനതയ്ക്കും കൂടെ അത് ഗുണം കിട്ടും. ടൂറിസം കേന്ദ്രങ്ങളിലെ കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തുകയും അത്തരം മേഖലകളിൽ അടിയന്തര സഹായവും പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരും ടൂറിസം മേഖലയ്ക്ക് അനിവാര്യമാണ്. സഞ്ചാരം വളരെ ദുർഘടമായിട്ടുള്ള മലയോര മേഖലകളിൽ എയർ ആംബുലൻസ് സേവനത്തിന്റെ ലഭ്യതയും ഗൗരവമായി കാണേണ്ടതാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ട്രോമ കെയറിന് നാം പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി നൂഹ്. അപ്പൊ അതിനുമപ്പുറം ഇത്തരം ടൂറിസ്റ്റ് സെന്റേഴ്സുകളിൽ പലപ്പോഴും നമുക്ക് മതിയായ ചികിത്സകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എമർജൻസി കെയർ ലഭിക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ നമുക്കൊരു ഹൃദ്രോഗിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടലുള്ള ഒരു ഇവരൊക്കെ ഹിൽ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെറിയ കൊച്ചുകുട്ടികളിലും അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എമർജൻസി കെയർ സെന്റർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മൾ ലോങ് ടേം ഒരു പ്ലാനിങ്ങിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു എയർ ആംബുലൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടാവുകയും വേണം. ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് ഒരു രോഗിക്ക് കാർഡിയാക് അറസ്റ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനുള്ള സംവിധാനത്തിലുള്ള ഒരു സാക്ഷരത ഒരുപക്ഷെ നമ്മൾ എല്ലാവരിലും ഈ കേരളത്തിലെ എല്ലാ ആൾക്കാരിലും ഉണ്ടാവണം. അതിനൊരു ഡോക്ടറോ നഴ്സോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാർഡിയോപൾമണറി റെസിസിറ്റേഷനിലൂടെ അറസ്റ്റ് സംഭവിച്ച ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു സംവിധാനം, ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ട്രെയിനിങ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അവരുടെ ഗൈഡുകൾ, അവരുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടെയുള്ള വോളണ്ടറി ആയിട്ട് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാർ തുടങ്ങി തിരുവോരത്തെ കച്ചവടക്കാർ മുതൽ സ്കൂൾ കുട്ടികൾ വരെയുള്ള കാര്യങ്ങളിലെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണം പറഞ്ഞ നിരവധി ടൂറിസം കേന്ദ്രങ്ങളാൽ സമ്പന്നമായ കേരളത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിലെ അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളും ആതുര ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടത് ലോക ടൂറിസം ഭൂപടത്തിലെ മരതകത്തുരുത്തായ കേരളത്തിന്റെ ആവശ്യമാണ്. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അടിയന്തര ആരോഗ്യ സേവനം ലഭ്യമാകണമെന്നുള്ളത് ഏറ്റവും ന്യായമായ ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഉള്ളിലേക്കല്ലാതെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അടിയന്തര മെഡിക്കൽ കെയർ കൊടുക്കാൻ പലപ്പോഴും കഴിയാത്തതിന്റെ പ്രശ്നമുണ്ട്. തീർച്ചയായും അത്തരം കേന്ദ്രങ്ങളിൽ ഒരു എമർജൻസി കെയറിനുള്ള സംവിധാനം ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഗവൺമെന്റിന് ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്ന റൂറൽ സെക്ടറിലൊക്കെ ജോലി ചെയ്യാൻ ഉള്ള
ഡോക്ടർമാരെ ലഭ്യമാവുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മെഡിക്കൽ കോളേജുകളും മറ്റ് ആശുപത്രികളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ ഷോർട്ടേജ് ഒരു ഇഷ്യൂ ആണ്. ഇത് സന്നദ്ധത ഒരു പ്രധാനമാണ്. സന്നദ്ധതയുള്ള ഡോക്ടർമാരുടെ സേവനം ഡോക്ടർമാരുടെ സംഘടനകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഗവൺമെന്റിനെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ വളരെ തുറന്ന സമീപനമാണുള്ളത്. ഇങ്ങനൊരു ആവശ്യം ഏറ്റവും ന്യായമാണ്. കാരണം വിലപ്പെട്ട ജീവൻ രക്ഷിക്കുക എന്നുള്ളതിനാണല്ലോ നമ്മുടെ പ്രാഥമികമായ പരിഗണന. അപ്പോൾ അടിയന്തര ചികിത്സ ഏറ്റവും അടുത്ത് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം രൂപത്തിൽ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടി ചേർന്ന് നമ്മൾ ആലോചിക്കുന്നതാണ്. ലോക നിലവാരമുള്ള ടൂറിസത്തിന്റെ അടിസ്ഥാനം പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല, ആ സ്ഥലം സന്ദർശിക്കുന്ന ഓരോ ആളുകൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതും സുപ്രധാനമാണ്. സുരക്ഷയും ടൂറിസവും കൈകോർത്തു പോകേണ്ട മേഖലകളാണ് എന്ന് ഓരോ അപകടവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ ആതിഥ്യ മര്യാദ പ്രതീക്ഷിച്ചു വരുന്ന ഓരോ സന്ദർശകനും കൊടുക്കേണ്ട അടിയന്തര വൈദ്യസഹായത്തിനുള്ള ശ്രദ്ധയും ആതുര ശുശ്രൂഷയും ഭരണപരമായ നിർവഹണം എന്നതിലുപരി ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ്. അപകടങ്ങളില്ലാത്ത, അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ ആഘാതങ്ങൾ കുറയ്ക്കുന്ന മനോഹരമായ ടൂറിസം കാലം കേരളത്തിന്റെ മുഖമുദ്രയാവട്ടെ. പ്രഭാതഭേരി.